കേരളത്തിൻ്റെ തെക്ക് തിരുവനന്തപുരത്തിന് കിഴക്ക് സഹ്യപർവ്വതത്തിലെ ഒരു ഉയർന്ന കൊടുമുടിയാണ് അഗസ്ത്യപർവ്വതം. പണ്ടൊക്കെ അഗസ്ത്യകൂടമലയിലേക്കുള്ള യാത്ര വ്രതനിഷ്ഠയോടെയാണ് നടന്നിരുന്നത്. അന്ന് സ്ത്രീകളെ മലയിലേക്ക് പ്രവേശനവും അനുവദിച്ചിരുന്നില്ല. മലകയറ്റത്തിൻ്റെ കാഠിന്യം മൂലമായിരിക്കണം. വർഷത്തിൽ 1-2 മാസം മാത്രമേ അന്ന് ആളുകളെ കടത്തി വിട്ടിരുന്നുള്ളൂ. ഇന്ന് അതൊക്കെ മാറി. പലരും മലകയറ്റം ആസ്വദിക്കാനായിട്ടാണ് പോകുന്നത്. സ്ത്രീകളും പോകുന്നുണ്ട്. ചിലരെങ്കിലും അഗസ്ത്യമുനിയുടെ തപോഭൂമിയാണെന്ന വിചാരത്തോടെ തന്നെ പോകുന്നവരും ഉണ്ട്. അത്യപൂർവമായ ഔഷധ സസ്യങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ അവിടെയുണ്ട്. അവിടം ഫോറസ്റ്റ് അധികാരികളുടെ സംരക്ഷണയിലാണ്. ആരാണ് ഈ അഗസ്ത്യമുനി? സപ്തർഷികളിൽ പ്രബലനായ അതിദിവ്യനായ ഒരു മഹർഷിയാണ്. കുടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. അതുകൊണ്ട് കുംഭസംഭവനെന്നും പിന്നെ നീളം കുറഞ്ഞ ആളായതുകൊണ്ട് കുറുമുനി എന്നും പേരുണ്ട്. പക്ഷേ വിന്ധ്യാചല പർവ്വതത്തെ തലതാഴ്ത്തി വയ്പ്പിച്ച ഒരു കഥയുണ്ട്. സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തത്തക്ക വിധത്തിൽ വിന്ധ്യാചലം വളരാൻ തുടങ്ങി. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത് കണ്ട് ദേവന്മാർ അഗസ്ത്യരുടെ സമീപമെത്തി പരിഹാരമുണ്ടാക്കണേ എന്ന് അപേക്ഷിച്ചു. ആര് പറഞ്ഞിട്ടും വിന്ധ്യൻ കൂട്ടാക്കുന്നില്ല മുനേ. ഇത് കേട്ട് അഗസ്ത്യർ വിന്ധ്യാചലത്തിൻ്റെ അടുത്തെത്തി. അഗസ്ത്യമുനിയെ കണ്ട് വിന്ധ്യൻ തൻ്റെ തല കുനിച്ചു വണങ്ങി നിന്നു. അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, ഞാൻ തെക്കോട്ട് യാത്രയ്ക്കിറങ്ങിയതാണ്. തിരിച്ചു വരുന്നതുവരെ ഇങ്ങനെ തന്നെ നിൽക്കുക. പിന്നീട് അദ്ദേഹം ആ വഴി തിരിച്ചു പോയതുമില്ല. അതുകൊണ്ട് പർവ്വതത്തെ, അതായത് അകത്തെ അടക്കിയതുകൊണ്ട് അഗസ്ത്യർ എന്ന് പ്രസിദ്ധനായി. ഭാരതമൊട്ടാകെയും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും പരക്കെ ആരാധിക്കപ്പെടുന്നു. തമിഴ് സാഹിത്യവും ഭാഷയും അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 18 സിദ്ധ്യന്മാരിൽ പ്രസിദ്ധനാണ് ഇദ്ദേഹം. പളനി ക്ഷേത്രവുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. സിദ്ധവൈദ്യവും ആയുർവേദവും അഗസ്ത്യമുനിയുമായി ചേർന്ന് നിൽക്കുന്നു. സ്വയം സൃഷ്ടിച്ച ഒരു പെൺകുട്ടിയെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത്. തൻ്റെ പൂർവികരുടെ ആവശ്യപ്രകാരം അദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു പെരുവിരൽ നീളം മാത്രമുള്ള വിരൂപനായ തനിക്ക് ആരും പെൺകുട്ടിയെ തരില്ല എന്നുള്ളതുകൊണ്ട് നല്ല വസ്തുക്കളൊക്കെ ഒരു ലോപവുമില്ലാതെ എടുത്ത് ഒരു പെൺകുഞ്ഞിനെ സൃഷ്ടിച്ചു. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന വിദർഭ രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പെൺകുട്ടി വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നും പറഞ്ഞിട്ട് വിദർഭ രാജാവിൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ തപശക്തി ഓർത്ത് പേടിച്ച് ലോപാമുദ്ര എന്ന മകളെ രാജാവ് വിവാഹം കഴിച്ചു കൊടുത്തു. കാലകേയന്മാരെ വധിക്കാൻ സമുദ്രം കുടിച്ചു വറ്റിച്ചത്, താടകയെയും മരീചനെയും ശപിച്ച് രാക്ഷസരാക്കിയത്, ഇങ്ങനെ പല പല ശാപകഥകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. കൂടെ ശാപമോക്ഷവും കൊടുക്കും. എന്നാൽ നഹുഷനെ പെരുമ്പാമ്പാക്കിയത് വിവരിക്കാൻ വളരെ പ്രയാസമാണ്. വിവരിച്ച് പറയണമെങ്കിൽ സമയം ഒരുപാട് വേണം. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ബ്രഹ്മഹത്യാ പാപത്തെ പേടിച്ച് ദേവേന്ദ്രൻ എവിടെയോ പോയി ഒളിച്ചു. താമരയിലോ എവിടെയോ. നാഥനില്ലാതെയായ ദേവന്മാരെ അസുരന്മാരും ഉപദ്രവിക്കാൻ തുടങ്ങി. എന്തായാലും 100 യാഗം പൂർത്തിയാക്കിയ ഒരാൾ ഭൂമിയിലുണ്ട്, നഹുഷൻ എന്ന രാജാവ്. ആ രാജാവിനെ ഭൂമിയിൽ നിന്നും ക്ഷണിച്ചു കൊണ്ടുപോയി ദേവന്മാർ ദേവേന്ദ്രനായി അഭിഷേകം ചെയ്തു. സുഖസൗകര്യങ്ങളും അധികാരവും ഒക്കെ കൂടിയായപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും നഹുഷന് അഹങ്കാരവും കൂടി വന്നു. ദേവലോകം മുഴുവനും തൻ്റെ അധികാരത്തിലാണെന്നും അതുകൊണ്ട് ദേവേന്ദ്ര പത്നിയായ സജീദേവിയെ തൻ്റേതാണെന്നും നഹുഷൻ അവകാശപ്പെട്ടു. തൻ്റെ ഭർത്താവായ ദേവേന്ദ്രനെ മാത്രം ചിന്തിച്ചു കഴിയുന്ന സജീദേവി ബ്രഹ്മാവിനോട് സങ്കടപ്പെട്ടു. സജീദേവിയെ ബ്രഹ്മാവ് രക്ഷിക്കാമെന്ന് ഏറ്റെങ്കിലും അധികാരത്താൽ അന്ധനായ നഹുഷൻ്റെ ഭീഷണിയാൽ ബ്രഹ്മാവിന് സജീദേവിയെ രക്ഷിക്കാനും കഴിഞ്ഞില്ല. ഒടുവിൽ പരാശക്തിയുടെ അനുഗ്രഹത്താൽ സജീദേവിക്ക് ഒരു ഉപായം തോന്നി. നഹുഷനോട് സ്നേഹം നടിച്ചിട്ട് പറഞ്ഞു, സപ്തർഷികളാൽ ചുമക്കപ്പെട്ട പല്ലക്കിൽ തൻ്റെ അടുക്കലേക്ക് എത്തണമെന്ന്. ഇത് കേട്ടപ്പോൾ നഹുഷൻ സപ്തർഷികളെ വിളിച്ചു. സപ്തർഷികൾ നഹുഷൻ്റെ പല്ലക്ക് ചുമന്ന് നടന്നു തുടങ്ങി. എത്രയും പെട്ടെന്ന് സജീദേവിയുടെ സമീപം എത്തണമെന്ന ചിന്തയാൽ വേഗം വേഗം എന്ന് ഋഷിമാരോട് കൽപ്പിച്ചു. നീളം കുറഞ്ഞ അഗസ്ത്യമുനിയാണ് വേഗം നടക്കാത്തതെന്ന് മനസ്സിലായതുകൊണ്ട് അഗസ്ത്യമുനിയുടെ തലയിൽ സർപ്പ സർപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നഹുഷൻ ചവിട്ടി.
കോപം കൊണ്ട് വിറച്ച അഗസ്ത്യൻ നഹുഷനെ ശപിച്ചു. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു വലിയ പെരുമ്പാമ്പായി ഭൂമിയിൽ പതിക്കട്ടെ. നഹുഷൻ്റെ പുണ്യങ്ങളെല്ലാം ക്ഷയിച്ച് പെരുമ്പാമ്പായി ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നഹുഷന് തൻ്റെ ചെയ്തികളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായത്. ശാപമോക്ഷത്തിനായി നഹുഷൻ കരഞ്ഞു. ദേതോന്നി അഗസ്ത്യർ പറഞ്ഞു, പാണ്ഡവപുത്രനായ യുധിഷ്ഠിരനെ കാണുന്ന സമയം വരെ നീ പാമ്പായി തന്നെ കിടക്കുക. അന്ന് നീ പഴയ നഹുഷനായി മാറും. ഘോരവനത്തിൽ വലിയ വലിയ മൃഗങ്ങളെയും ഭക്ഷിച്ച് നടന്ന നഹുഷൻ ഒരു ദിവസം ഭീമനെ കണ്ടുമുട്ടി. ഭീമനെ ചുറ്റി വരിഞ്ഞു. പാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഭീമൻ്റെ ബലം മുഴുവൻ പരീക്ഷിച്ചിട്ടും സാധിക്കാതെ ഭീമനും പാമ്പുമായി വളരെ നേരം യുദ്ധം നടന്നു. ഈ സമയമൊക്കെ ധർമ്മപുത്രർ ഭീമനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഇരുവരും തമ്മിലുള്ള യുദ്ധം കണ്ട് അദ്ദേഹം വിഷമിച്ച് നിന്നത്. പക്ഷേ ഈ നഹുഷൻ എന്ന പാമ്പ് യുധിഷ്ഠിരനെ കണ്ടപ്പോൾ തന്നെ യുദ്ധം നിർത്തുകയും തൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇതൊക്കെ മനോഹരമായ കഥകളാണ്. ഇനിയും ഉണ്ട് ഒരുപാട് അഗസ്ത്യമുനിയെക്കുറിച്ച് പറയാനുണ്ട്. രാമരാവണ യുദ്ധത്തിൽ രാമന് രാവണനെ ജയിക്കാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തതായി രാമായണത്തിലും പറയുന്നുണ്ട്.